സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. യേശു അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 48-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ഈ വചനത്തിൻ്റെ ആധാരമായ സംഭവം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെ നമുക്ക് കാണാം. സ്വർഗത്തിൽ പിതാവായ ദൈവസന്നിധിയിൽ വസിച്ചിരുന്ന പുത്രനായ കർത്താവായ യേശു മാനവരാശിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കാലം, ഒരു ദിവസം 12 സംവത്സരം രക്തസ്രാവം എന്ന രോഗത്താൽ അനേകം ആശുപത്രികളും അതുപോലെ അനേകം ഡോക്ടർമാരുടെയും ചികിത്സകൾ പ്രാപിച്ച് യാതൊരു വിധത്തിലുള്ള സൗഖ്യവും ലഭിക്കാതെ ചികിത്സയ്ക്കായി തൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച ഒരു സ്ത്രീ, ഒടുവിൽ അവൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള രോഗശാന്തി അറിഞ്ഞ ഈ സ്ത്രീ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. യേശു ഇങ്ങനെ അനേകർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഞാനും യേശുവിൻ്റെ അടുക്കൽ പോകും. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ടാൽ എനിക്കും സൗഖ്യം ലഭിക്കും. ഇതായിരുന്നു അവളുടെ വിശ്വാസത്തിൻ്റെ തീരുമാനം. ആ തീരുമാനം യാഥാർത്ഥ്യമാക്കുവാൻ അവൾ മുന്നോട്ട് ഓടുകയാണ്. യേശു ഏതെല്ലാം ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുന്നു, എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു, എല്ലാം ആരാഞ്ഞ് അന്വേഷിച്ച് യേശുവിൻ്റെ അടുക്കലെത്തുകയാണ്. വളരെ തിരക്കുള്ള ജനനിബിഡമായ ഒരു പ്രദേശത്ത് യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആ പുരുഷാരത്തിൻ്റെ ബാഹുല്യം നിമിത്തം യേശുവിൻ്റെ അടുക്കൽ പോകുവാൻ വളരെ ബുദ്ധിമുട്ടി. എങ്കിലും അവൾ പിന്തിരിഞ്ഞില്ല. അവൾ ആ തിരക്കിനിടയിലൂടെ മുന്നോട്ട് ചെന്ന് യേശുവിൻ്റെ പുറകിൽ ചെന്ന് യേശുവിൻ്റെ വസ്ത്രാഗ്രം തൊടുകയാണ്. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു പോവുകയാണ്. അവൾ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളത് അവളുടെ ശരീരത്തിൽ തിരിച്ചറിയുകയാണ്, ഗ്രഹിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ശേഷം അവൾ അവിടെ നിന്നും രഹസ്യമായി പിന്തിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആ സമയം യേശുവിൻ്റെ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. എന്നെ തൊട്ടത് ആരെന്നായിരുന്നു ആ ചോദ്യം. എല്ലാവരും ഞാനല്ല എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരിൽ ചിലർ പറയുന്നു, ഗുരു, പുരുഷാരം അങ്ങേ തിരക്കുകയാണല്ലോ, പിന്നെ എന്നെ തൊട്ടത് ആരെന്ന് എങ്ങനെ ചോദിക്കുവാനായിട്ട് സാധിക്കും? യേശു അപ്പോഴും പ്രത്യേകം പറയുന്നത്, എല്ലാവരും ഈ തിരക്ക് കാരണം എന്നെ തൊട്ടതുപോലെയല്ല. ഒരാൾ ആവശ്യഭാരത്തോടെ
എന്നെ തൊട്ടിരിക്കുന്നു. അതാരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് കേട്ട സ്ത്രീ താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വന്നു. കഴിഞ്ഞ നാളുകളിൽ അഥവാ 12 വർഷം അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ മുമ്പിൽ തുറന്നു പറയുകയാണ്. അപ്പോഴാണ് യേശു പറഞ്ഞത്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാമെന്ന്. ഭൂമിയിൽ ആരോടും പറഞ്ഞാൽ പരിഹരിക്കപ്പെടാത്ത വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ അതിന് പരിഹാരം ലഭിക്കുമെന്നാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും എൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും എൻ മനം സ്വർഗ സന്തോഷത്താൽ.